Hello my dear students, welcome back to Corporate Regulations 53rd session. നമ്മൾ ഇന്നത്തെ സെഷനിൽ മാനേജിയൽ റെമ്യൂണറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനി ആക്റ്റിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് മാനേജിയൽ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷന് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അതിന് ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നത് ഈ പറയുന്ന മാനേജിയൽ റെമ്യൂണറേഷനാണ്. അത് നമുക്ക് നമ്മുടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാനേജിയൽ റെമ്യൂണറേഷനെ കുറിച്ച് കമ്പനി ആക്ട് 2013 സെക്ഷൻ 197 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പബ്ലിക് കമ്പനിയിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, മാനേജേഴ്സ് ഇവരെല്ലാവർക്കും റെമ്യൂണറേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു 11% കൂടാൻ പാടില്ലാത്ത രീതിയിലുള്ള റെമ്യൂണറേഷനും ഇനി അഥവാ 11% കൂടുതലാണെങ്കിലും ഇതെല്ലാം കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്തിട്ട് അത് ജനറൽ മീറ്റിങ്ങിൽ ഇത് ഡിസ്കസ് ചെയ്ത് അവർ എഗ്രി ചെയ്ത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കൂടി എടുത്തിട്ടുണ്ടാവണം. അതുമാത്രമല്ല, മാനേജിയൽ റെമ്യൂണറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റെമ്യൂണറേഷൻ വരുന്നത്. ഇനി ഒരു മാനേജിങ് ഡയറക്ടർക്ക് ഈ പറയുന്ന ജനറൽ മീറ്റിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു മാനേജിങ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടർക്കോ അല്ലെങ്കിൽ മാനേജർക്കോ 5% നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടുതലുള്ള റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല. ഇനി ഒന്നിൽ കൂടുതൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ 10% കൂടാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന ഡയറക്ടേഴ്സ് മാനേജിങ് ഡയറക്ടേഴ്സ് അല്ലാതെയോ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടേഴ്സ് അല്ലാതെയുള്ള ഡയറക്ടേഴ്സിന് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 1% കൂടാനായിട്ട് പാടില്ല. ഇനി മാനേജിങ് ഡയറക്ടേഴ്സോ ഹോൾ ടൈം ഡയറക്ടേഴ്സോ ആണെങ്കിൽ അവർക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് 3% നെറ്റ് പ്രോഫിറ്റിൻ്റെ അമൗണ്ടിൻ്റെ 3% റെമ്യൂണറേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മൾ ഈ മാനേജീരിയൽ പൊസിഷനിലുള്ള ആൾക്കാർക്ക് റെമ്യൂണറേഷൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ബോർഡ് അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടും പിന്നെ നമ്മളുടെ ബോർഡ് ഡിസൈഡ് ചെയ്യുന്ന എന്തൊക്കെ പർപ്പസ് ഉണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള റെമ്യൂണറേഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ അധികം പ്രോഫിറ്റ് തന്നെ ഇല്ലാത്തതും അധികം പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനീസിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ഈ പറയുന്ന ഷെഡ്യൂൾ 5 2 കാറ്റഗറി ഉണ്ട്, എ ആൻഡ് ബി. അതിൻ്റെ ലിമിറ്റിൽ എക്സീഡ് ചെയ്യാത്ത രീതിയിലാണ് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ അതിന് നമ്മൾ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, അഥവാ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇനഫ് പ്രോഫിറ്റ് ഇല്ലാത്തതും തീർത്തും പ്രോഫിറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് റെമ്യൂണറേഷൻ കൊടുക്കുക. സപ്പോസ് ഇപ്പോൾ 5 crores താഴെ ക്യാപിറ്റലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർ ഇയർലി റെമ്യൂണറേഷൻ ഡയറക്ടേഴ്സിന് ആനുവൽ റെമ്യൂണറേഷൻ 30 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇനി ക്യാപിറ്റൽ 5 crores തൊട്ട് 100 crores വരെയുള്ളവരാണെങ്കിൽ നമ്മുടെ ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ഷുഡ് നോട്ട് എക്സീഡ് 42 lakhs. പിന്നെ 100 crores 250 crores ഇടയ്ക്കാണ് ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ നമ്മളുടെ ഡയറക്ടേഴ്സിൻ്റെ ആനുവൽ റെമ്യൂണറേഷൻ ഷുഡ് നോട്ട് എക്സീഡ് 60 lakhs. ഓക്കെ, ഇനി 250 crores എബോവ് ഉള്ള ക്യാപിറ്റലുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് നമ്മളുടെ ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് 50 lakhs പ്ലസ് 0.01% ഓഫ് ഇഫക്റ്റീവ് ക്യാപിറ്റൽ. അതിപ്പോൾ 250 crores എബോവ് ആണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ആ രീതിയിലാണ് നമുക്കൊരു ബേസ് പറഞ്ഞിട്ടുള്ളത്. ഷെഡ്യൂൾ 5 എ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ. ഇനി ബിയിൽ എന്താ പറയണമെന്ന് നോക്കാം. ഇനി നമ്മളുടെ ഷെഡ്യൂൾ 5 സെക്ഷൻ ബിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മാനേജിയൽ പേഴ്സൺസ് അവർ ഈ കമ്പനിയുടെ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺസ്, ആ സെക്യൂരിറ്റി ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 5 ലക്ഷത്തിന് നോമിനൽ വാല്യൂ 5 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനെയുള്ള ഈ പറയുന്ന മാനേജൽ പേഴ്സൺസ് അവർ മറ്റുള്ള ഡയറക്ടേഴ്സോ പ്രൊമോട്ടേഴ്സായിട്ട് യാതൊരു റിലേഷൻ ഇല്ലാത്തവർ അവർക്ക് 2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു 2.5% നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു
2.5% ആണ് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മാനേജൽ പേഴ്സൺസിൻ്റെ ആ ഒരു ലിമിറ്റ് ഡബിളാക്കാനുള്ള ഇതുണ്ട്, പിന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഒരു കൊല്ലത്തിലും കുറവായിട്ട് വരുമ്പോൾ ആയിരിക്കും ഇങ്ങനെ ചെയ്യാം. ഇനി ഈ പറയുന്ന കമ്പനിക്ക് അധികം പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൽ ചില സ്പെസിഫിക് കണ്ടീഷൻസ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെമ്യൂണറേഷൻ പേ ചെയ്യുന്നതിൻ്റെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന ബോർഡ് അത് നമ്മളുടെ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ അത് പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ചിട്ടായിരിക്കും അവർ ആ റെസൊല്യൂഷൻ ഫോം ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന മാനേജർ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് 30 ദിവസം മുന്നേ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവണം, അതിൻ്റെ റീപേയ്മെൻറ്റ് ഡിഫോൾട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ റെമ്യൂണറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ് ചെയ്ത് ആ പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ഒരു 3 വർഷത്തേക്ക് കുറയാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ ആയിരിക്കും അവർ പാസ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന നമ്മളുടെ ജനറൽ മീറ്റിങ്ങിൽ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫോം ചെയ്തിരിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം നമുക്ക് റെമ്യൂണറേഷൻ ഇൻക്രീസ് ചെയ്യാനോ ഉള്ള എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് ചില സ്പെസിഫിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ റെമ്യൂണറേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ മാനേജൽ പേഴ്സൺസിൻ്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് കമ്പനിയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മാനേജൽ പേഴ്സൺസിന് അവരുടെ റെമ്യൂണറേഷൻ എത്ര % ഫിക്സ് ചെയ്യണം, ഏത് ലിമിറ്റിൽ നിൽക്കണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്രോപ്രിയേറ്റഡ് ആയിട്ട് അത് ഫിക്സ് ചെയ്യുന്നതിന് അവർ മെയിനായിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് എത്രത്തോളം കമ്മീഷൻ കൊടുക്കണം, അത് ഈ ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ ആ ഒരു വ്യക്തി ചിലപ്പോൾ വേറെ കമ്പനീസിന് വേണ്ടി ആക്ട് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അവിടെ എത്ര കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിവിജ്വൽ കൺസേൺ, ഈ പറയുന്ന ഈ ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റും കമ്പനീസും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഈ റെമ്യൂണറേഷൻ നമ്മുടെ ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിങ് മാനേജിങ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സ് ഇവരുടെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റെമ്യൂണറേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഇവരുടെ റെമ്യൂണറേഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ എങ്കിൽ തന്നെയും ഈ റെമ്യൂണറേഷൻ നമ്മൾ പേ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. അതായത് ഇപ്പം ഒരു ഡയറക്ടർ, അത് മാനേജിങ് ഡയറക്ടർ ആയിക്കോട്ടെ, ഫുൾ ടൈം ഡയറക്ടർ ആയിക്കോട്ടെ, അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ റെമ്യൂണറേഷനിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ഒപ്പീനിയൻ കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുന്ന ഫീസായിട്ടാണ്. അത് പ്രത്യേകിച്ചും ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടും പിന്നെ ബോർഡ് പറയുന്ന പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. ഇനി ചില കമ്പനിയിൽ മാനേജിങ് ഡയറക്ടേഴ്സിനോ ഹോൾ ടൈം ഡയറക്ടേഴ്സിനോ മാനേജേഴ്സിനോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനോ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സിനോ കമ്പനി സെക്രട്ടറി അങ്ങനെയുള്ള മാനേജൽ പേഴ്സൺസിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പം ആ ഒരു ഇൻഷുറൻസ് അവർ ശരിയായ രീതിയിലാണ് അവരുടെ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും റെമ്യൂണറേഷനിൽ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അഥവാ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും മാൾ പ്രാക്ടീസസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അവരുടെ റെമ്യൂണറേഷൻ്റെ ഭാഗമായി കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനൊക്കെ റെമ്യൂണറേഷൻ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചില കമ്പനീസിൽ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ പ്രോഫിറ്റ് എപ്പോൾ ഫോം ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ.